വാഗ്മി എന്ന ഈ പ്രസംഗ പരിശീലന കളരിയുടെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസംഗം എന്ന് പറഞ്ഞാൽ മൈതാന പ്രസംഗം മാത്രമല്ല, വലിയ മൈതാനത്ത് ഇങ്ങനെ സ്റ്റേജ് കെട്ടി മൈക്കൊക്കെ വെച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല. നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഗാദറിങ്, 5-6 പേര് കാണും. അവർ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ നമുക്ക് അവരോട് ആവിഷ്കരിക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനത്തെ ഒരു നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ പ്രോഗ്രാം ഓൺലൈനിൽ കുറച്ച് നാളായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു ടീച്ചർ പറഞ്ഞത്, ആ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനായിട്ട് അവരായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. പക്ഷെ എന്തെങ്കിലും പ്രസംഗിക്കാനുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ, തീർച്ചയായിട്ടും വരുമല്ലോ, അവർ മാറിക്കളയും. അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കും. പ്രസംഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാലികേറ മലയായിട്ടാണ് പല ആൾക്കാർക്കും തോന്നുന്നത്. അവരുടെ വ്യക്തിത്വ വികസനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പ്രസംഗിക്കാനുള്ള കഴിവ് നമ്മൾ കൂടുതലായിട്ട് ആർജിക്കുമ്പോൾ, ആ നൈപുണ്യം കൂടുതലായിട്ട് നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വ വികസനവും കൂടിയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ വലിയ പ്രാസംഗികനായിട്ട് പ്രാസംഗികനായി തീരുക എന്നുള്ളത് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ ഉൾവലിയുന്നുണ്ട്, ഒന്ന് പുറകിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു സ്വഭാവവിശേഷത്തെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ വിജയത്തിലേക്ക് നമ്മെ തന്നെ നയിച്ചുകൊണ്ട് പോകാൻ പ്രസംഗ കലയിൽ പ്രാവീണ്യം നേടുന്നതിലൂടെ നമുക്ക് സാധിക്കും. പ്രസംഗ കലയെന്ന് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാതെ പറഞ്ഞാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാണെന്ന് പറയാം. പ്രസംഗം ഒരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്. മറ്റേതെങ്കിലും സംഗീതം പോലെ, മറ്റെന്തും പോലെ, ചിത്രമെഴുത്ത് പോലെയൊക്കെ തന്നെ ഒരു കല തന്നെയാണ് പ്രസംഗം. പ്രസംഗിക്കുക എന്നുള്ളത് ഒരു കലയാക്കി മാറ്റിയ എത്രയോ വലിയ പ്രഭാഷകന്മാർ, പ്രാസംഗികന്മാർ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? ഇത് ഓൺലൈനിലൂടെ ഇത് അഭ്യസിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷെ ഇപ്പോഴത്തെ നിർഭാഗ്യകരമായ നമ്മുടെ കോവിഡ് മഹാമാരി, അതുപോലെ അതിനോടനുബന്ധിച്ച് ലോക്ക്ഡൗൺ, മറ്റ് സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മാർഗത്തിലൂടെയാണല്ലോ ഇന്ന് ലോകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നടത്തി നോക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നീന്തൽ നമുക്ക് ഒരിക്കലും ഓൺലൈനിലൂടെ പഠിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. അത് വെള്ളത്തിൽ ഇറങ്ങി ചെയ്തെങ്കിൽ മാത്രമേ ഒക്കൂ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഞാൻ ഓൺലൈനിൽ പഠിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വണ്ടി സ്റ്റിയറിംഗിൽ കൈവച്ച് അതിനകത്ത് വാഹനത്തിൽ കയറിയിരുന്ന് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നൈപുണ്യം നേടാനൊക്കൂ. പക്ഷെ പ്രസംഗം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അഭ്യസിക്കാൻ ഒക്കുന്ന ഒരു കാര്യമാണ്, പ്രൊവൈഡഡ് അതിനോടൊരു കണ്ടീഷൻ ഉള്ളത്, നമ്മൾ എപ്പോഴും അത് പരിശീലിക്കണം. നമ്മളത് അതിന് തയ്യാറായിരിക്കണം. ഇപ്പൊ ഒരു ഓൺലൈൻ പ്രസംഗ പരിശീലന കളരിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രസംഗിക്കേണ്ട അവസരം വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അതിനെന്താ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്ന് നമ്മൾ സംസാരിക്കണം. സംസാരിച്ച് മാത്രമേ നമ്മുടെ ആ ഒരു ആ ഒരു അറപ്പെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം ആ ഒരു ബ്ലോക്ക്, ആ മെന്റൽ ബ്ലോക്കാണ് അത്. ശരിക്കും മാനസികമായ ഒരു തടസ്സമാണ്. ആ തടസ്സത്തെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരവും നമ്മൾ വിട്ടുകളയരുത്. പല ആൾക്കാർക്കും പല യോഗങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെ പതുങ്ങിയിരിക്കും, എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ട് എപ്പോഴും. ആ ടെൻഷൻ അങ്ങ് മാറ്റി വെക്കും. അതിനെന്താ, എന്നെ വിളിച്ചോട്ടെ, എനിക്കറിയാവുന്ന ഞാൻ പറയും. അപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത ടെൻഷൻ എന്താണ്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ, ഞാൻ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അബദ്ധമൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പറയാൻ വലിയ പ്രാസംഗികരൊക്കെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമോ? അവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ഒന്നും എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, എനിക്ക് സഭാകമ്പം ഉണ്ടായാൽ, സഭാകമ്പം എന്താണെന്നുള്ളത് ഞാൻ പറയാം, എനിക്ക് വല്ലാതെ വിയർക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. വാക്കുകൾ തന്നെ പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ കുരുങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നുപോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് എന്നും എപ്പോഴും നമ്മുടെ എല്ലാ വളർച്ചയ്ക്കും തടസ്സം. ആരാണ് ഈ മറ്റുള്ളവർ? നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ട്, എല്ലാവരും നമ്മുടെ സ്വന്തമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്താൽ തന്നെ മറ്റുള്ളവർ എന്നുള്ള ചിന്തയെ പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു? അന്ന് സ്കൂളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് എവിടെ ഉണ്ടെന്ന് ആർക്കറിയാം, അല്ലേ? അവരൊക്കെ എവിടെയോ പോയി. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോൾ ഇതേ വികാരം ഉണ്ടായിരുന്നു. അന്നും കോളേജിലൊക്കെ ചുറ്റും ഉണ്ടായിരുന്നവരും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യ. നമുക്കതിന് കോണ്ടാക്ട് പോലും ഇല്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റി? നമ്മുടെ വളർച്ച അവിടെ തടസ്സപ്പെട്ടു, നമ്മുടെ വ്യക്തിത്വ വികസനം അവിടെ തടസ്സപ്പെട്ടു എന്നുള്ളതാണ്.
എന്താണ് പ്രസംഗത്തിന് വേറെ ഒന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, ഇത് പ്രസംഗമായിട്ട് പറയാം. അതിനൊരു ചില പ്രത്യേകതകൾ വേണം. സംഭാഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭാഷണത്തെ നമുക്ക് പ്രസംഗമാക്കി മാറ്റാം. എന്താണ് ഒരു സാധാരണ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ സംഭാഷണം നടത്തുന്നതും ഒരു പ്രസംഗവും തമ്മിൽ എവിടെയാണ് വ്യത്യാസം വരുന്നത്? പ്രസംഗത്തിന് മറ്റൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു പ്രസംഗം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് പകരണം. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള ചില അറിവുകൾ, ആ പർട്ടിക്കുലർ വിഷയത്തിലുള്ള അറിവുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സദസ്സിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഒരു നല്ല പ്രാസംഗികന് കഴിയണം. അതായിരിക്കും ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ, അതായത് സദസ്സിൽ ഇരിക്കുന്നവരുടെ അവരുടെ മനോഭാവത്തെ, ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള അവരുടെ മനോഭാവത്തെ സ്വാധീനിക്കാനായിട്ട് ആ പ്രാസംഗികന് കഴിയണം. അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ, ചിന്താധാരകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം. അപ്പൊ നമ്മൾ ചില പ്രസംഗങ്ങൾ കേട്ട് പറയും, എന്തെങ്കിലും പ്രസംഗം കേട്ടുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളും കൂടി, കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, ഇന്ന് ആ പ്രസംഗം കേട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കാര്യം നമ്മൾ അറിയില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. പക്ഷെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ട എന്ന് മാത്രം. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ വലിയ അംഗവിക്ഷേപങ്ങൾ, ആംഗ്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ പ്രസംഗത്തിനകത്ത് നമ്മൾ ചില അംഗവിക്ഷേപങ്ങൾ, ആംഗ്യങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരും പല സാഹചര്യത്തിലും. അതായിരിക്കും ചില സ്ഥലത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടി വരും, ചില സ്ഥലത്ത് കുറച്ച് നീട്ടൽ, ചില സമയത്ത് ചില കുറുക്കൽ, ചിലത് സ്ട്രെസ് കൊടുത്ത് സംസാരിക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് കൈകളുടെ ചില ചലനങ്ങളൊക്കെ നമ്മുടെ പ്രസംഗത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച് പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒഴിവാക്കാതെ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു പ്രാസംഗികനായത്. സാധാരണ സംസാരത്തിനും പ്രസംഗത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? പ്രസംഗത്തിന് ഒരു ഘടന കാണും, ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണത്? ഒന്ന്, ആദ്യം ഒരു സംബോധന. ഇപ്പൊ നമ്മൾ യോഗത്തിൽ പ്രസംഗിക്കുന്നില്ല, നമ്മൾ പറയും ബഹുമാന്യായ അധ്യക്ഷൻ, ബഹുമാന്യ ഉദ്ഘാടകൻ, മറ്റാശംസാ പ്രാസംഗികർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതാണ് സംബോധന എന്നുള്ള ഭാഗം. പിന്നെ ഒരു സംബോധന കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആമുഖം. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അല്ലേ? നമ്മൾ കയറുമ്പോഴേ, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴേ നേരെ അങ്ങ് തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഒക്കെ സ്പീഡിൽ അങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട്, സെക്കൻഡ് ഗിയറിലിട്ട്, തേർഡ് ഗിയറിൽ പതുക്കെയാണ് നമ്മൾ ആ സ്പീഡിലേക്ക് പോകുന്നത്. അപ്പൊ തുടക്കം വളരെ ഒരു എന്താണ്, ഒരു സമചിത്തതയോടുകൂടി തന്നെ വേണമല്ലോ. അതിന് നമ്മൾ പറയും, എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ച സംഘാടകരോട് എനിക്ക് നന്ദിയുണ്ട്, നിങ്ങളോടൊപ്പം ഈ വിശേഷ അവസരത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും. ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സംബോധന, സല്യൂട്ടേഷൻ, ദെൻ ഇൻട്രൊഡക്ഷൻ, ആമുഖം. പിന്നാണ് അതിന്റെ മെയിൻ ബോഡി വരുന്നത്. എന്താണ് നമ്മൾ ആ പ്രസംഗത്തിൽ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ, നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മളൊക്കെ പ്രസംഗം കൊണ്ട് കത്തി കയറിയിട്ട് പെട്ടെന്ന് നിർത്തിയിട്ട് പോകും, ഇല്ല. അതൊന്ന് സ്പീഡ് കുറയ്ക്കൂല്ലേ, കുറച്ചുകൊണ്ട് വന്നിട്ട് കൺക്ലൂഡ് ചെയ്യും. ഇത്രയും വിഷയങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഈ സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു എന്നൊക്കെ പറയത്തില്ലേ? അതാണ് കൺക്ലൂഷൻ. അപ്പൊ ഇതാണ് ഒരു പ്രസംഗത്തിന്റെ സ്ട്രക്ചർ. സാധാരണ സംസാരിക്കുന്നതും ഒരു പ്രസംഗം നടത്തുന്നതും തമ്മിലുള്ള അതിന്റെ ഒരു സ്ട്രക്ചർ ഇതാണ്. ഒരു ആമുഖം, ആദ്യം സംബോധന, ദെൻ സല്യൂട്ടേഷൻ, ദെൻ ആമുഖം, ദെൻ അതിന്റെ ബോഡി. ആ ബോഡിയിലാണ് പ്രധാന അതിന്റെ കണ്ടന്റ്സ് എല്ലാം വരിക. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് പ്രസംഗത്തിന്റെ, അതെല്ലാം വരിക. അതിനുശേഷം കൺക്ലൂഷൻ. എന്താണ്, നമ്മൾ എന്ത് പറഞ്ഞാണ് നമ്മൾ അത് നിർത്താൻ പോകുന്നത്, നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് സമർത്ഥിച്ച് അത് ഏതെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നല്ലോ. എത്തിച്ചേർന്ന് അത് പങ്കെടുത്തവർക്കെല്ലാം നന്ദിയൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ആ പ്രസംഗം അവസാനിപ്പിക്കും. ഇതാണ് ഒരു പ്രസംഗത്തിന്റെ സാധാരണഗതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അലിഖിതമായിട്ടുള്ള, അതിന് വലിയ പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നും ആരും എഴുതി വെച്ചില്ല, ഒരു പ്രസംഗം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ ഇതാണ് കൺവെൻഷണൽ ആയിട്ട് പ്രാക്ടീസ് അങ്ങനെയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്യാപ്സ്യൂളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ക്യാപ്സ്യൂളിൽ എന്താ വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നമ്മളെ ഒരു പ്രാസംഗികനാകലിൽ നിന്ന് നമ്മളെ വിലക്കുന്ന, നമ്മളെ തടയുന്ന കാര്യങ്ങൾ, അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അതിനെ എങ്ങനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം എന്നുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡിൽ ഉള്ളത്. അപ്പൊ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതോടൊപ്പം ഇതിന്റെ ഒന്നാമത്തെ കമന്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് അവതരിപ്പിക്കാവുന്നതാണ്. അത് ഓരോ കാര്യത്തിലും നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോന്നിനും തീർച്ചയായിട്ടും ഞാൻ
അതിന് യുക്തമായ മറുപടിയും നൽകുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് 2 കാണുന്നത് വരെ നന്ദി, നമസ്കാരം.